ഹായ്, നമസ്കാരം. നമ്മുടെ രണ്ടാമത്തെ വ്ളോഗാണ് നമ്മുടെ ഭീമൻ വ്ളോഗ്സിൽ. അപ്പോൾ മറ്റേ നമ്മൾ ആദ്യമായിട്ട വ്ളോഗ്സിൽ തന്നെ അത് പകുതി ചെയ്തുകൊണ്ട് വന്നപ്പോൾ പെട്ടെന്ന് ബാക്കി അങ്ങോട്ട് കട്ടായിപ്പോയി. അപ്പോൾ ഇന്നിപ്പം നമ്മൾ കാലത്തെ അമ്പലത്തിലെല്ലാം പോയി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടെല്ലാം വന്നതാണ്. നമ്മുടെ ഒരു ഐശ്വര്യം, ഈ വീടിൻ്റെ ഒരു ഐശ്വര്യം തന്നെ ഉദയൻ്റെ ഒരു അമ്മയാണ്. അപ്പം കാലത്തെ ക്ഷേത്രത്തിൽ പോയി എല്ലാം തൊഴുതിട്ട് വന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ദീപാവലിയുടെ തുടക്കങ്ങളിങ്ങനെ അതിൻ്റെ ഘട്ടങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിന്ന് ശാസ്ത്രമംഗലം നമ്മൾ ഷോപ്പിലോട്ട് പോവാം. ഓക്കെ, ബാ. ഞാനിങ്ങനെ ശാസ്ത്രമംഗലം നമ്മുടെ ഓഫീസിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മരുതൻകുഴി ജംഗ്ഷൻ എത്തി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ മരുതൻകുഴി ജംഗ്ഷൻ എത്തുമ്പോൾ എപ്പോഴും എല്ലാവരും പറയുന്നത് ഈ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ പറയുന്ന നമ്മുടെ ഭീമൻ വെജിറ്റബിൾസിൻ്റെ ബോർഡാണ് സ്ട്രെയിറ്റ് കാണുന്നത്. കാണാൻ പറ്റും. ഇവിടുന്ന് കറക്റ്റ് വണ്ടി ഇവിടെ എത്തുമ്പോൾ തന്നെ നമ്മുടെ കടയുടെ ഒരു ബ്രാൻഡ്. ഇത് നമ്മുടെ മറ്റൊരു ഷോപ്പാണ്, ഭീമൻ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. ഇത് മരുതൻകുഴി ജംഗ്ഷനിലാണ് നമ്മൾ നടത്തുന്നത്. ഉദയന്നൂർ ദേവീക്ഷേത്രം കഴിഞ്ഞു. നമ്മൾ ശാസ്ത്രമംഗലം ജംഗ്ഷൻ എത്തി. നമുക്ക് ഇവിടുന്ന് ഈ റൗണ്ട് അബൌട്ട് തിരിച്ച് നമ്മൾ പൈപ്പ് മോഡിലോട്ട് പോവുകയാണ്. ഇങ്ങോട്ടാണ് നമ്മുടെ പടക്കക്കടയും ഓഫീസും എല്ലാം വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതാ നമ്മൾ സ്ട്രെയിറ്റ് പൈപ്പ് മോഡ് പോകുന്ന റോഡാണ്. ഈ വ്ളോഗിൻ്റേതായ ഒരു കണ്ടെയ്നർ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നാലും ആദ്യം കൊച്ചു വിശേഷങ്ങളുമായി നിങ്ങളിലോട്ട് എത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഓരോ വീഡിയോസ് നിങ്ങളിൽ എത്തിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ വ്ളോഗിന് നിങ്ങൾ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമുക്ക് കടയിലോട്ട് പോകാം. ഇപ്പോൾ കടയുടെ അടുത്ത് എത്തിയായിരുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ ഓഫീസിലോട്ട് പോവാം. പിന്നെ ഒരു കാര്യം, ഈ കാണുന്നത് നമ്മുടെ ഭീമൻ പടക്കടയുടെ ഫ്രണ്ടിലുള്ള ഒരു ജ്യൂസ് കടയാണ്, ഭീമൻ ജ്യൂസ് കട. അപ്പോൾ ദീപാവലി സമയമാകുമ്പോൾ നമ്മളിത് മൊത്തം റിമൂവ് ചെയ്യും. അപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ജ്യൂസ് കടയിൽ കാണുന്നു. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമ്മുടെ ഭീമൻ ഫ്രൂട്ട് സലാഡുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ്, ഫ്രൂട്ട് സർബത്ത് ഒരു വെറൈറ്റി. ഇവിടെ ഫ്രൂട്ട് സർബത്ത് ഏറ്റവും നല്ല ഒരുപാട് ആൾക്കാർ വന്ന് കുടിക്കുന്നതാണ്. വെറൈറ്റി വളരെ റേറ്റ് കുറവാണ്. വലിയൊരു ഭീമനെ പോലത്തെ ഗ്ലാസ്സിൽ 50 രൂപയേ ഉള്ളൂ. ഓക്കെ, അതോട്ട് പോവാം. നമ്മളിങ്ങനെ ദീപാവലിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ എല്ലാം ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ഓഫീസിലോട്ട് പോവാം. അങ്ങനെ നമ്മുടെ ശാസ്ത്രമംഗലം ഓഫീസിലെത്തി. ആദ്യം ഒന്ന് AC ഓൺ ചെയ്യാം. അങ്ങനെ നമ്മൾ ഓഫീസിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ശാസ്ത്രമംഗലത്തെ ഓഫീസ്. പക്ഷേ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. കാരണം ദീപാവലി ഇപ്പോൾ സാധാരണ എല്ലാ കാര്യങ്ങളും എന്നെ കാണാൻ വരുന്നവർ വീട്ടിലാണ് വരുന്നത്. വീട്ടിൽ തന്നെ ഓഫീസ് അറേഞ്ച് ചെയ്തൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വളരെ റെയറായിട്ട് ആൾക്കാർ വരാറുള്ളൂ. അപ്പോൾ ഈ ദീപാവലി പ്രമാണിച്ചാണ് കൂടുതൽ സമയം ഞാനിവിടെ ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത്. മുമ്പ് ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ കാരണം ഇവിടെ വന്നിട്ടാണ് ദീപാവലിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചാറ്റ് ചെയ്യുന്നത്, നമ്മൾ സാധനങ്ങളുടെ ഓർഡർ കൊടുക്കുന്നതും അതിൻ്റെ ഡിസ്കഷൻ നടക്കുന്നതെല്ലാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ബോക്സുകളുടെ ഓർഡർ കൊടുക്കാൻ വേണ്ടി അവർ സാമ്പിൾ നമുക്ക് അയച്ചു തന്നെയാണ്. അപ്പോൾ നമുക്കിതെല്ലാം വന്നിട്ട് ഒരു സാമ്പിൾ അവർ അയച്ചു തന്ന അതിനെല്ലാം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത് നോക്കിയിട്ടാണ് നമ്മളിനി ഓരോ ഓർഡറും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്ത് ഇവിടെ കുറച്ച് ജോലികളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കും. സോ ഞാൻ എൻ്റെ പണിയിലോട്ട് കിടക്കുകയാണ്. എന്തായാലും നമ്മുടെ രണ്ടാമത്തെ വ്ളോഗ് ചെറിയ രീതിയിലാണ് ഞാനിതെല്ലാം എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണ്ടൻറ്റും കാര്യങ്ങളും ഈ പറഞ്ഞതുപോലെ നമുക്കില്ല. എന്നാലും എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇത് ചെയ്ത് നമ്മൾ മാറി വരും. ഓക്കെ, എനിവേ, സ്റ്റിൽ ഡൺ ബൈ ഫ്രം വിഷ്ണു വ്ളോഗ്സ്.